അപ്പോൾ എന്തായാലും യുമ്നക്കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പാട്ടുകാരാണ് വലിയ ആഗ്രഹമായിരുന്നു എന്ന്. അപ്പോൾ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തരുമോ? ഒരു പാട്ട് പഠിപ്പിച്ചു തരാം, പക്ഷെ പാടണം കേട്ടോ, പാടാതിരിക്കരുത്. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളാണ്. ഒരുപാട് പാട്ടുകളിലൂടെ, ഇൻസ്റ്റഗ്രാമിൽ, റീൽസിലൂടെയൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ രണ്ട് പ്രതിഭകളാണ്. ഇവർ രണ്ടുപേരും സഹോദരങ്ങൾ കൂടെയാണ്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ആ രണ്ട് പ്രതിഭകളെ ഈ ഒരു അഭിമുഖ നേരത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു, യുമ്ന ആൻഡ് യാമിൻ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പാട്ടിന്റെ മേഖലകളിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലെ റീൽസിലൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായി മാറുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പാട്ടിന്റെ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? പാട്ടിന്റെ മേഖലയിൽ ആദ്യം മുതലേ ഉണ്ട്. അതായത് ഇവരൊക്കെ ചെറുപ്പം മുതലേ പാടാൻ തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരണമെന്ന് കരുതിയിട്ട് വന്നതൊന്നുമല്ല. അതായത് എന്നാൽ കള്ളിപ്പണി എന്നുള്ള പാട്ട് ട്രെൻഡിങ് ആയപ്പോൾ ഇവള് പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇവളെ കൊണ്ട് വെറുതെ ഇടിപ്പിച്ചതാണ് റീല്. അങ്ങനെ അത് വെറുതെ പോസ്റ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതൊന്ന് റീലിട്ടോക്കെ, സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ, റീലിട്ടോക്കെ റീച്ച് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ 1 മില്യൺ അടിച്ച്. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് സോങ് ഒക്കെ 1 മില്യൺ തന്നെ. എന്തായാലും ഇപ്പോൾ TV പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം രണ്ടുപേർക്കും ഉണ്ടായി. അപ്പോൾ നമ്മുടെ യുമ്ന മോളുണ്ട്. എങ്ങനെയുണ്ട് പാട്ടിൻ്റെ ഉഷാറാണോ? ഉഷാറാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ല്. 2ാം ക്ലാസ്സിലാണോ? ആദ്യമായിട്ട് എത്രാമത്തെ വയസ്സിലാണ് പാട്ട് പാടി തുടങ്ങിയത്? ഞാനൊരു 4 വയസ്സിലൊക്കെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് പാടിയ പാട്ട് ഒരു മധു സോങ്. ഫസ്റ്റ് പാടിയത് പടച്ച റബ്ബ് ആലമിനാകെ നൂറായി പഠിച്ചവനെ, പടപ്പിനാകെ റഹ്മത്തായി ഭൂവിനുദിച്ചവനെ. അതിന് ഫസ്റ്റത്തെ പാട്ട്. അപ്പോൾ നമ്മൾ കൂടുതലായും പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള പാട്ടുകളാണ് ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലൂടെയാണ് നിങ്ങൾ TV പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംസാരം ആരംഭിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു മനോഹരമായ പാട്ടിലൂടെ തന്നെ തുടങ്ങാം അല്ലേ? 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്, പറയാതിന്റെ പൂങ്കരളിൽ മാറുത്തു നീ തൊട്ട് മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകേ, പനിനീർച്ചെടിയോ പാർമുല്ലഴകോ, പ്രേമം തൊട്ട് വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ലി. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്, പറയാതിന്റെ പൂങ്കരളിൽ മാറുത്തു നീ തൊട്ട് മറുകാണ്. രണ്ടുപേരും തുടക്കം മുതലേ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീഡിയോ ചെയ്താൽ അത് ആളുകളെ ഏറ്റെടുക്കുമെന്ന ഒരു കണ്ടന്റിലേക്ക് എത്തിയത്? അത് ഞാൻ പറഞ്ഞത്, അതായത് ഏറ്റെടുക്കുന്നില്ലൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അത് ഇങ്ങനെ ആയി വന്നതാണ്. സ്റ്റോറി ഇട്ടപ്പോൾ എന്താ എൻ്റെ അധികം പാട്ടുകളും അധികം റീച്ച് ആയില്ല. 10K അടിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാട്ട് മാത്രം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ 20K എന്തോ അടിച്ചിട്ട് പിന്നെ അത് അങ്ങനെ സ്റ്റോപ്പായി. പിന്നെ അത് പെട്ടെന്നാണ് കയറുന്നുണ്ട് 1 മില്യണിലേക്ക് അങ്ങനെ കയറുക ചെയ്ത്. പിന്നെ ആദ്യം മുതലേ പാട്ടിനുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ അതായത് ഈ ആൽബം സോങ്ങിൻ്റെ ഫീൽഡിൽ ആദ്യം മുതലേ ഉണ്ട്. അതായത് എൻ്റെ ചെറിയ അനിയനൊക്കെ അത്യാവശ്യം ആ ടൈമിൽ നല്ല റീച്ചുള്ള ആളാണ്. അവൻ്റെ ഫസ്റ്റ് സോങ് തന്നെ ഏകദേശം 70 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ടൈമിൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ നിന്നു ഈ ആൽബം സോങ്ങിൻ്റെ ആ ഫീൽഡ് ഒന്നിരുന്നപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ ഇൻസ്റ്റയിൽ കൂടി ഇങ്ങനെ പാടിയിരുന്നു. ഇവളെയും കൂട്ടി പാടിയപ്പോൾ അതങ്ങനെ റീച്ചായി. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും, കലാമേഖലയാണെങ്കിലും കായിക മേഖലയാണെങ്കിലും കൃത്യമായൊരു പിന്തുണ വേണം. അതൊരു പക്ഷേ കുടുംബത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളാവാം, ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണ രണ്ടുപേർക്കും? കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉമ്മയും വാപ്പ തന്നെയാണ്. ഉമ്മയും വാപ്പൻ അതായത് ഞാൻ പാടണതൊന്നും ആർക്കും അറിയില്ലെന്നല്ലോ, അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയാണ് എന്നെ ആദ്യം മുതലേ ഇങ്ങനെ പാട്ടിക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട്. അന്ന് കലോത്സവത്തിന് എന്തോ ഫസ്റ്റ് കിട്ടി. പിന്നെ അന്ന് മുതലാണ് ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ പാട്ട് പഠിക്കാനും. അതേപോലെ തന്നെ ഇതിനൊക്കെ പാട്ട് പഠിക്കലെന്നൊക്കെ പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിന്ന് പോയതാണ്. ഇപ്പോൾ കൊറോണ ആയിട്ടും അങ്ങനെ ഇതായിട്ടും. എന്നാലും മലപ്പുറം മങ്കട അവിടെയൊക്കെ പോയിട്ട് കുറച്ച് കാലം ഒരു 1-2 മാസമൊക്കെ അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഫാമിലിയിൽ നിന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ കൂട്ടുകാരന്മാരും പിന്നെ അതേപോലെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. നാട്ടുകാരായാലും നല്ല സപ്പോർട്ടാണ്. നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ.
നമ്മൾ കുറേ കാര്യം ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ല്. കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? കലോത്സവത്തിന് പോയിട്ടില്ല, സ്കൂളിലൊക്കെ പാടാറുണ്ട്. ടീച്ചേഴ്സൊക്കെ വലിയ സപ്പോർട്ടാണോ? സ്കൂളിലൊരു വലിയ സെലിബ്രിറ്റി ആണോ? അപ്പം നമ്മൾ ഇത്തരം റീലൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് വലിയൊരു പ്രധാനം തന്നെയാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പാട്ടാണ് കൂടുതലായും തിരഞ്ഞെടുക്കാറുള്ളത്? ഏത് തരം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവൾക്ക് യോജിച്ച പാട്ടുകൾ വേണം, ഇവൾക്ക് കിട്ടുന്ന പാട്ടുകൾ. അതായത് മെയിനായിട്ടും ദിലീപേട്ടൻ്റെ പാട്ടുകൾ തന്നെയാണ്. അതാകുമ്പോൾ ഇവൾക്ക് കുറച്ച് മെയിനായിട്ട് ആൾക്കാർ പറയുന്നത് ഇവിടെ എക്സ്പ്രഷൻ കാണാനാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ, അതായത് ഇവൾക്ക് എക്സ്പ്രഷൻ ഇടാൻ പറ്റിയ പാട്ടുകൾ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. ഏട്ടൻ പറഞ്ഞു ദിലീപേട്ടൻ്റെ പാട്ടുകൾ കൂടുതലായി സെലക്ട് ചെയ്യാറുണ്ട്, മോളെ നന്നായി എക്സ്പ്രഷൻ ഇടാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ദിലീപേട്ടൻ്റെ ഫാനാണോ? ദിലീപേട്ടൻ്റെ ഏത് സിനിമ ഇഷ്ടം? ദിലീപേട്ടൻ്റെ പറക്കും തെളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ദിലീപേട്ടൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ദിലീപേട്ടൻ്റെ സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പറക്കും തെളിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു പാട്ട് കൂടെ ആയാലോ? തൊട്ടേ കണ്ണും മിന്നായി മിന്നുന്നുണ്ട്, കണ്ടു ഞാൻ കണ്ണാടിയിൽ മിന്നാട്ടം, ഇഷ്ടം തോന്നും നേരം തൊട്ടേ നെഞ്ചിനുള്ളിൽ താളം തുള്ളി, നീയും ഞാനും മാത്രം കേൾക്കും ശിങ്കാരി മേളം, സുന്ദരി കാണും തൊട്ടേ ഏറിയ വട്ടം, കണ്ടു ഞാൻ കണ്ണാടിയിൽ മിന്നാട്ടം, ഇഷ്ടം തോന്നും നേരം തൊട്ടേ നെഞ്ചിനുള്ളിൽ താളം തുള്ളി, നീയും ഞാനും മാത്രം കേൾക്കും ശിങ്കാരി മേളം. നമ്മൾ തുടക്കം തന്നെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയെ പറ്റി സംസാരിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മൾ പഠിക്കുന്ന വിദ്യാലയം. നമ്മൾ ആ വിദ്യാലയത്തിലുള്ളൊരു കാലഘട്ടത്തിൽ അവർ നൽകുന്ന പിന്തുണ ചെറുതൊന്നും അല്ലതാനും. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണ? വിദ്യാഭ്യാസം കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ്? ഞാൻ ഇവിടെ ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെറുപ്പശ്ശേരിയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് സോങ് റീച്ച് ആയതിന് ശേഷം തന്നെ നമ്മളവിടെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ രണ്ടാളും പോയി പാടിയിരുന്നു, അനിയനും പാടെ കൂട്ടിയിട്ട് ഞങ്ങൾ പാടിയിരുന്നു. നല്ല സപ്പോർട്ടാണ്, കോളേജിലെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്, ടീച്ചേഴ്സ് ആയാലും ഒക്കെ. ടീച്ചർമാരും സാറന്മാരും ഒക്കെ സപ്പോർട്ടിങ് ആണ്. ഉമ്മയും ഉപ്പയും അതേമാതിരി തന്നെ സപ്പോർട്ടാണ്. ആൽബത്തിൻ്റെ പാട്ടാള് അതിലുപ്പ സപ്പോർട്ടാണ്, ഉമ്മയും സപ്പോർട്ടാണ്. അപ്പോൾ മോള് സംസാരത്തിനിടയിൽ പറഞ്ഞു ഉപ്പയും ഉമ്മയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ രഹസ്യ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉപ്പയാണോ ഉമ്മയാണോ പാവം? ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. രണ്ടാളും പോവാണ്. ഉപ്പാനെ പാവം എന്ന് പറഞ്ഞാൽ ഉമ്മ കിടങ്ങാറാവും, ഉമ്മാനെ പാവം എന്ന് പറഞ്ഞാൽ ഉപ്പ കിടങ്ങാറാവും. ഇപ്പോൾ യാമിൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു പഠിക്കുന്ന വിദ്യാലയത്തിൽ വലിയ പിന്തുണ. എപ്പോഴും നമ്മളൊരു കലാകാരൻ്റെ വളർച്ചയിൽ നമ്മൾ ആദ്യം പഠിച്ച വിദ്യാലയത്തിന് വലിയൊരു ഘടകമാണ് അവരുടെ പിന്തുണ. എങ്ങനെയാണ് തുടക്കകാലത്തൊക്കെ ലഭിച്ച ഒരു വിദ്യാലയ പിന്തുണ? ഞാനും ഇവള് പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ചിരിക്കുന്നത്. അതായത് 12 വർഷം അവിടെ പഠിച്ചത്. ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്ന് പറയും. ഇവിടെ തന്നെയാണ്, അമ്മിനിക്കാട് തന്നെയാണ്. നല്ല പിന്തുണ തന്നെയാണ് എനിക്കുണ്ടായിരുന്നു. അതായത് എനിക്ക് ഉസ്താദ്മാർ ഹസൻ ഉസ്താദ്, അതേപോലെ സിദ്ദീഖ് ഉസ്താദ്, അവരൊന്നും ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഫാരിഷ ടീച്ചർ, പിന്നെ ബേബി ടീച്ചർ പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബിന്ദു ടീച്ചർ, അതേപോലെ തന്നെ യൂസുഫ് സാറ്, എല്ലാ സാറുമാരും സിദ്ദിഖ് സാറാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അതായത് ഈ കലോത്സവത്തിന് എന്നെ കൊണ്ടുപോകാനും പ്രാക്ടീസിനാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്ന സ്കൂൾ തന്നെയാണ് ഈ ആലിയ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മദ്രസകളിലായാലും ഇവിടെ കുറ്റിപ്പുള്ളിയിൽ പഠിപ്പിക്കണ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് കലോത്സവത്തിന് പോയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഒരു പ്രോഗ്രാമിന് ഒരു മധു സോങ് എന്ന് പാടിയത്. മധു സോങ് അവിടെ നിന്ന് പാടിയത്. പിന്നെ അതേപോലെ തന്നെ 5ാം ക്ലാസ് വരെയുള്ള അവിടെ. അതിന് ശേഷം ഇവിടെ ആലിയ മദ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ ആലിയ സ്കൂളിൻ്റെ കീഴിലുള്ള മദ്രസനെയാണ്. അപ്പോൾ ആലിയ മദ്രസിൽ നൗഫൽ ഉസ്താദിൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് ചെയ്തു നമുക്ക്. അതായത് നൗഫൽ ഉസ്താദിന് ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു ABCD അറിയണോണ്ട് നമുക്ക് എങ്ങനെ പാടേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി തീർച്ചയൊക്കെ നൗഫൽ ഉസ്താദും ഓലൊക്കെ തന്നെയാണ്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും യുമ്നക്കുട്ടി ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സെലിബ്രിറ്റി ആയി മാറിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ TV-ലൊക്കെ പ്രോഗ്രാം ചെയ്തില്ലേ? സ്കൂളിലൊക്കെ സ്റ്റാർ ആണോ? സ്റ്റാർ തന്നെ. എല്ലാവരും എന്നെ കാണുമ്പോൾ കൈയൊക്കെ കാണിക്കലുണ്ട്. സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഇജ് ഫ്ലവേഴ്സ് കൊന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂളിലത്തെ ടീച്ചർമാരൊക്കെ സപ്പോർട്ടാണ്. എല്ലാ ആൾക്കാരും ഞാനും എൻ്റെ കാക്കും ഫ്ലവേഴ്സ്ക്കും ഇതൊക്കെ കണ്ടിരിക്കണു. എല്ലാവർക്കും എൻ്റെ എക്സ്പ്രഷനാണ് ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിക്കണു.
ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങോട്ട് എൻ്റെ യാമിക്കാക്കുൻ്റെ ഫ്രണ്ടാളൊക്കെ പറയുന്നുണ്ട് ഇത് ഇജ് വെറുതെ കാട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ എക്സ്പ്രഷനാണ് ഇഷ്ടം. പാട്ട് ഇഷ്ടമല്ല? പാട്ട് ഇഷ്ടമൊക്കെയാണ്. എല്ലാവർക്കും കമൻറ്റിൽ വരുന്ന എല്ലാവർക്കും എക്സ്പ്രഷനാണ് ഇഷ്ടം. കുറേ പാട്ടുകൾ പാടിപ്പിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ എല്ലാ സമയത്തും കലാമേഖലയിലുള്ള ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാം വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളൊരു TV പ്രോഗ്രാമിലൊക്കെ വരുമ്പോഴും ഒരു അമിത ഉത്തരവാദിത്തമായിക്കൊണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒരു ബാധ്യതയായി മുമ്പിലുണ്ട്. എങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ടോ? പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് നല്ലോണം പ്രോഗ്രാമുകൾ സ്ഥിരം ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ പോയത്. പിന്നെ ഇവരൊന്നും സ്റ്റേജ് പ്രോഗ്രാം അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അതിനാണ് ഈ കൊറോണ ആ സംഗതികളൊക്കെ വന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെയാണെങ്കിലും ഇൻസ്റ്റയിൽ കൂടി ഇങ്ങനെ അരുൺ രാജ് എന്ന് പറയുന്ന ഏട്ടനെ വിളിച്ചതാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ഫ്ലവേഴ്സ് TV ഒരു പ്രോഗ്രാം ഉണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ വിശ്വാസമൊന്നും ഉണ്ടായില്ല. ഞങ്ങളിപ്പോൾ പോയപ്പോൾ കൊച്ചിക്ക് പോകുമ്പോഴും ഇപ്പം ഇത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചിരുന്നത്. പിന്നെ പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണെന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ പോയി. പിന്നെ ഫ്ലവേഴ്സ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓല തന്നെ നോക്കിയത്. പിന്നെ അങ്ങോട്ടാണെങ്കിലും ഓല വണ്ടിയിൽ പോയി ഒരു ഏകദേശം ഒരു 3 മണി എന്തോ ആകുമ്പോഴാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നത്. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അവിടെ എല്ലാ കുട്ടികളെ സ്കിറ്റ് കളിക്കണ കുട്ടികളായാലും ഇപ്പോഴും മെസ്സേജൊക്കെ അയക്കാറുണ്ടോ അവര്. കള്ളി പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാര മേരെ ദിൽ കി റാണി പ്യാസ് ലഗേ തോ തു ഹൈ പാനി. നീ എൻ്റെ സ്നേഹത്തിൻ സുൽത്താനല്ലേ, നിന്നോട് എനിക്കെന്നും മുഹബത്തില്ലേ, വർണ്ണങ്ങൾ വിരിയുന്നീ താഴ്വാരത്ത്, വരുമെന്നും ഞാൻ എൻ്റെ പ്രിയനോടൊത്ത്. മുത്തേ നീ കൽബിന്റെ താളമാണെടി, എന്നെന്നും നീ എൻ്റെ ജീവനാണെടി. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരെ മേരെ ദിൽ കി റാണി പ്യാസ് ലഗേ തോ തു ഹൈ പാനി. അപ്പോൾ മോള് പറഞ്ഞ പോലെ തന്നെ മോളുടെ എക്സ്പ്രഷൻ ഒരുപാട് ആരാധകരുണ്ട്, നമുക്ക് ഓരോ പാട്ടിലും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കേട്ട് ഒരു പാട്ട് കൂടെ ആയാലോ? ഫോറിൻ കാറും ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ? കൂട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണു നീ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. ഞാൻ എന്തായാലും വ്യക്തിപരമായിട്ട് യാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം പാട്ടുകാർക്ക് എപ്പോഴും ഒരുപാട് ആരാധകന്മാരും ആരാധികമാരൊക്കെ ഉണ്ടാവും. ഞാൻ പാട്ടുകാരനാവണമെന്ന് ആഗ്രഹിച്ച ആളാണ്, പക്ഷേ അബദ്ധവശാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ടി വരുന്നതാണ്. പക്ഷേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പാട്ടുകാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ടാവും. നമ്മൾ ക്യാമ്പസിലൊക്കെ പഠിയ സമയത്ത് ഒരുപാട് ആരാധികമാരുടെ ശല്യമൊക്കെ സ്വാഭാവികമായി ഗായകർക്കുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് സുന്ദരനായ ഗായകനാണ് ഈ പറയും വേണ്ട. എന്താണ് യാമിൻ്റെ ഒരു അവസ്ഥ? ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ടോ? ഏയ് ഞാൻ കോളേജിലൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ. അന്ന് പിന്നെ ഈ ഫസ്റ്റ് ഇയറിലൊന്നും വന്നെന്ന് ഞാൻ പാട്ടിലിങ്ങനെ ഫേമസും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോഴാണ് ഇങ്ങനെ റീച്ചൊക്കെ ആയത്. എല്ലാവരും കമ്പനിയാണ്, അല്ലാതെ ഇങ്ങനെ വന്നിട്ടൊന്നും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും വരുന്ന പോലെ വരുന്നുണ്ട് എന്നുള്ളൂ. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല റിക്വസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും ആരാധികമാരെ കുറിച്ച് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായാലോ? ഓക്കെ ഓക്കെ. ഞാൻ അൻഷാൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയാലൊരു പാട്ടുണ്ടല്ലേ പാടാം. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കഥകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്,
ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഇപ്പൊ എന്തായാലും യാമിൻ കാക്കുവിന്റെ ആരാധികമാർക്ക് വേണ്ടി ഒരു പാട്ട് പാടി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലെ സെലിബ്രിറ്റിയാണ്, സ്റ്റാർ ആണ്. അപ്പൊ യുമ്നക്കുട്ടീന്റെ കുറെ ആരാധകരില്ലേ, അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? ഒന്നാം തരം ബലൂണില്ല, അത് പാടാൻ ഞാൻ. പക്ഷെ പീക്കില്ല, അത് ഞാൻ പാടൂല. എന്തായാലും ആവശ്യം നിറവേറി, ഇനി പാട്ടായാലോ? ഓക്കെ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ഇപ്പൊ യുമ്നമോളുടെ കയ്യിലുള്ള ഈ ഒരു പിക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. 1 മില്യൺ ആളുകൾ കണ്ടൊരു പിപി ആണ് അല്ലേ? ആ, ഇത് കാണുമ്പോ ഒരു ചെറിയ പിപി ആക്കാരം, പക്ഷെ 1 മില്യൺ ആള് അത് കണ്ടിക്കണേ. അപ്പൊ എന്തായാലും യുമ്നക്കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പാട്ടുകാരാണ് വലിയ ആഗ്രഹമായിരുന്നു എന്ന്. അപ്പൊ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തരുമോ? ഒരു പാട്ട് പഠിപ്പിച്ചു തരാം, പക്ഷെ പാടണം കേട്ടോ, പാടാതിരിക്കരുത്. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ഈ പാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എന്നുള്ളത്. അപ്പൊ കുറച്ചു നേരം കാത്തിരുന്നിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പാടിത്തരാം. ഓക്കെ? തുട്ടരണം, അല്ലെങ്കിൽ പറ്റൂല. അല്ലപ്പോ പാട്ട് പാടി തന്നത്. മനോഹരമായ പാട്ടുകളുമായി ഇത്രയും നേരം പ്രേക്ഷകർക്കൊപ്പം കൂട്ടുകൂടിയത് രണ്ടുപേരാണ്, യാമിനും യുമ്നയും. സോഷ്യൽ മീഡിയയിലെ വലിയ താരങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. ഒരുപാട് പാട്ടുകളിലൂടെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ഒരുപാട് പാട്ടുകൾ ഇവരെ ഏറ്റവും കൂടുതൽ ജനകീയരാക്കിയിട്ടുണ്ട്. ഇനിയും ഇവരുടെ കലായാത്രയ്ക്ക് ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്. ഒരുപാട് നല്ല ഗാനങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് പേര് ഇനിയും ഹൃദയത്തിലേറ്റട്ടെ എന്നൊരു ആശംസയോട് കൂടെ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.